പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെ ആയിരിക്കും എന്നതിൽ ഭയന്നിരിക്കുകയാണ് പാകിസ്ഥാൻ. ആ ഭയത്തിന്റെ തെളിവാണ് ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കുമെന്ന് ഒരു ദിവസത്തിൽ 100 തവണ പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു കാര്യം പറയട്ടെ, പാകിസ്ഥാന് ആണവായുധത്തിൽ നിന്ന് തൊടാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മറ്റൊന്നും കൊണ്ടല്ല, പാകിസ്ഥാൻ അതെടുത്ത് പ്രയോഗിച്ചാൽ ആദ്യത്തെ പ്രശ്നം നേരിടേണ്ടി വരുന്നത് എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാന് ഉപരോധം ഏർപ്പെടുത്തും. കാരണം ലോക രാജ്യങ്ങളുടെ പോളിസി അങ്ങനെയാണ്. അതനുസരിച്ച് ആണവായുധം പ്രയോഗിക്കാൻ കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആണവശക്തിയിൽ പാകിസ്ഥാനേക്കാൾ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യക്ക് 300 മുതൽ, അതായത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് എന്ന മിസൈൽ ഇന്ത്യയുടെ കയ്യിലുണ്ട്. അത് അതിർത്തിയിൽ 300 മുതൽ 400 കിലോമീറ്റർ വരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്ന മിസൈലാണ് ഈ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സൂപ്പർ സോണിക് മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയുടെ കയ്യിൽ ഉള്ളത് കൃത്യമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത മിസൈലാണ്. അതുകൊണ്ട് തന്നെ ഇത് 300 മുതൽ 400 കിലോമീറ്റർ വരെ ദൂരത്തിലെത്തി ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് ലക്ഷ്യം നിറവേറ്റി തിരിച്ചു വരാൻ ബ്രഹ്മോസ് മിസൈലിന് കഴിയുമെന്നുള്ളതാണ്. ഈ 2022 നമ്മൾ ഈ മിസൈൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അതായത് ഈ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നമ്മൾ ഈ മിസൈൽ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. മിസൈലിന്റെ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ജനങ്ങളാണ് അത് കണ്ടെത്തിയത്. ഈ ബ്രഹ്മോസിന്റെ ചില അവശിഷ്ടങ്ങൾ ആ ഭാഗത്ത് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ സർക്കാരിനോട് പറഞ്ഞു. അങ്ങനെ പാക് സർക്കാർ ഇന്ത്യയോട് ചോദിച്ചു. അപ്പോൾ ഇന്ത്യ പറഞ്ഞു, ഞങ്ങളുടേതല്ല, ഞങ്ങൾ അങ്ങനെ ഒരു മിസൈൽ ഒന്നും വികസിപ്പിച്ചെടുത്തിട്ടൊന്നുമില്ല, ഞങ്ങൾക്കറിയില്ല. കാരണം അന്ന് ആ മിസൈലിൽ പരമ്പരാഗത ഒരു ഫോർമുലയോ ആണവ ഫോർമുലയോ രാജ്യത്തിന്റെ ഫോർമുലയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇന്ത്യ പറഞ്ഞത് ഞങ്ങളുടേതൊന്നുമല്ല, ഞങ്ങൾക്കറിയില്ല, ഇതിനെക്കുറിച്ച് നിങ്ങൾ വേറെ അന്വേഷിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യ അതിൽ കൈമലർത്തുന്ന ഒരു നിലപാടാണ് കാണിച്ചത്. പക്ഷെ 2 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ എയർഫോഴ്സിലെ ചില ഉദ്യോഗസ്ഥർ പറഞ്ഞു, അന്ന് ഞങ്ങൾ തന്നെയാണ്, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതൊന്നും അല്ല, ഞങ്ങൾ അത് പരീക്ഷിച്ചത് തന്നെയാണ്. ബ്രഹ്മോസ് ലക്ഷ്യസ്ഥാനത്തേക്ക് ഇതെത്തുമോ എന്നറിയാൻ ഞങ്ങൾ അത് പരീക്ഷിച്ചത് തന്നെയാണ്. അത് ആൾവാസമില്ലാത്ത പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഞങ്ങളിവിടെ പരീക്ഷണം തന്നെയായിരുന്നു എന്ന് കൃത്യമായി ഇന്ത്യയിലെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഞെട്ടി വിറച്ചു അത് കേട്ട് പാകിസ്ഥാൻ എന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യ ഏത് തരത്തിൽ, കാരണം ഇന്ത്യ ഇത് പരീക്ഷിച്ചത് പാകിസ്ഥാനിലാണ്, ഇതിന്റെ പരീക്ഷണ അർത്ഥം നടത്തിയത് പാകിസ്ഥാനിലാണ്. എന്നിട്ട് ഇന്ത്യ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, ഇതിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയെങ്കിൽ നിങ്ങൾ വേറെ ആരുടെങ്കിലും പോയി ചോദിക്കുക, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഇന്ത്യ അന്ന് കൈമലർത്തി. കാരണം ഇന്ത്യക്ക് അത് അപ്പോൾ പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടല്ല, അതിന്റെ സാഹചര്യമല്ലായിരുന്നു. പിന്നീട് ഇന്ത്യ അത് കൃത്യമായി 2 വർഷത്തിന് ശേഷം പറഞ്ഞു, ഞങ്ങളത് നിങ്ങളുടെ പ്രവിശ്യയിൽ ആൾവാസമില്ലാത്ത സ്ഥലം നോക്കി ഞങ്ങൾ പരീക്ഷിച്ചത് തന്നെയാണ് ബ്രഹ്മോസ് മിസൈൽ, അതിലൊരു സംശയം വേണ്ട, ലക്ഷ്യസ്ഥാനത്തേക്ക് വരാൻ ഞങ്ങളുടെ മിസൈലുകൾക്ക് കഴിവുണ്ട്, അത് പാകിസ്ഥാൻ ആലോചിച്ചാൽ നന്നായിരിക്കും എന്നുള്ളത്. ഈ ആണവായുധം, അതായത് 1970കളിൽ നമ്മളിത് പരീക്ഷിക്കാൻ, അല്ലെങ്കിൽ ആണവായുധം പരീക്ഷിക്കാനായി ലോകം തീരുമാനിച്ചതാണ്. പിന്നീട് അത് 1995 ഈ ആണവായുധം അമേരിക്കയും റഷ്യയും ചൈനയും ഒക്കെ ഇത് സജ്ജമാക്കി എടുത്തായിരുന്നു. 1995 98 ഇത് രാജസ്ഥാനിലെ 98ലാണ് ഇന്ത്യ ആണവായുധം ആദ്യമായി പരീക്ഷിക്കുന്നത്. രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഇത് ആദ്യമായി ഇന്ത്യ പരീക്ഷിക്കുന്നത്. പിന്നീട് അത് ബുദ്ധന്റെ ചിരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള അഭിപ്രായങ്ങളൊക്കെ പുറത്തു വന്നു. അപ്പൊ ഇന്ത്യ രാജസ്ഥാനിലെ ആൾവാസമില്ലാത്ത ഒരു സ്ഥലത്ത് ഈ നമ്മുടെ ആണവായുധം പരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന് ശേഷമാണ് ഓരോ രാജ്യത്തിന്റെയും ആണവായുധ ശക്തിയെക്കുറിച്ചൊക്കെ, ആണവായുധമുള്ള രാജ്യങ്ങളുമുണ്ട്, ഇല്ലാത്ത രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ 2ാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്ക ജപ്പാന് മേൽ ആണവായുധം പ്രയോഗിച്ചു. 1945 ഓഗസ്റ്റ് 6, 9 തീയതികളിലാണ് ഈ അമേരിക്ക ജപ്പാന് മേൽ ആണവായുധം പ്രയോഗിച്ചത്. അതിൻ്റെ ദുഷ്കെടുതികൾ ഇന്നും ലോക ജനത അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അണുവിഷം ഇന്നും ജപ്പാനിലെ ജനതയെ വേട്ടയാടുന്നുണ്ട്, ജനങ്ങളുടെ ജീവിതത്തെ വലിയ ദുരിതത്തിലാക്കി മാറ്റി. ഇപ്പോഴും അവർ അതിൻ്റെ ചില പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോടുകൂടി ഈ ആണവായുധം പ്രയോഗിക്കുക എന്നുള്ളത് കുറച്ച് നിയമങ്ങളൊക്കെ അതിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാൻ ഈ നിരന്തരം വിളിച്ചു പറയുന്നുണ്ട് 130 ആണവായുധങ്ങളുണ്ട്, ഇപ്പൊ വിട്.
പാകിസ്ഥാൻ അതിലൊന്ന് തൊടാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇന്ത്യയുടെ തിരിച്ചടി ഭയന്നാണ് ഈ പിച്ചും പേയും പറയുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. അതായത് ഈ ആണവായുധങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിച്ചാൽ ഇന്ത്യ തിരിച്ചടിക്കുന്നത് വളരെ വലിയ രീതിയിലായിരിക്കും. ഇന്ത്യയുടെ തിരിച്ചടി എന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ ഒരു ആണവായുധം ഉപയോഗിച്ചാൽ ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങൾ പോകും. ഇന്ത്യ എന്ന് പറയുന്ന വളരെ വലിയ രാജ്യമാണ്, അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ പോകും. എന്നാൽ നമ്മളൊരു ആണവായുധം ഉപയോഗിച്ചാൽ പാകിസ്ഥാൻ പിന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ കയറി തിരിച്ചടിച്ചാൽ 1000 വർഷം ഉദയം ചെയ്ത് വരാൻ കഴിയാത്ത രീതിയിൽ, തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ പാകിസ്ഥാൻ അധപ്പതിച്ചു പോകുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അത്രത്തോളം ശക്തിയായിട്ടുള്ള തദ്ദേശമായും വിദേശത്തു നിന്ന് വാങ്ങിയതും ഒക്കെ ആയിട്ടുള്ള വലിയ മിസൈലും ആയുധശേഖരവും ഒക്കെ ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ നമ്മുടെ കര, നാവിക, കടൽ സേനകൾക്കൊക്കെ എല്ലാം വലിയ സജ്ജമായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നമ്മുടെ കയ്യിൽ എന്താ പറയുക, സൈന്യമുണ്ട്, അല്ലെങ്കിൽ ആയുധങ്ങളുണ്ട്. റഷ്യ, അമേരിക്ക, ചൈന കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ സൈനിക ശക്തിയിൽ 4ാം സ്ഥാനമാണ് ഇന്ത്യക്ക് എന്നുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ അത് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നാണ്. പാകിസ്ഥാൻ ചിന്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് മിസൈൽ അയച്ചിരിക്കും, പാകിസ്ഥാൻ ചാരമായി തുടങ്ങും. ആണവായുധത്തിൽ ആ കയ്യും അമർത്താൻ പോലും പാകിസ്ഥാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, ആണവായുധം ഉപയോഗിക്കാൻ ചില നിബന്ധനകളുണ്ട്. അതായത് ആണവായുധം ഇല്ലാത്ത രാജ്യത്തേക്ക് ആണവായുധം ഉപയോഗിക്കാൻ പാടില്ല. മറ്റൊന്ന്, ആണവായുധം ആദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ചില പോളിസികൾ ഇതിന്റെ കൂട്ടത്തിലുണ്ട്. പക്ഷെ രാജ്നാഥ് സിംഗ്, നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത്, ആണവായുധം പ്രയോഗിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചാൽ പാകിസ്ഥാന് ലഭിക്കാൻ പോകുന്ന തിരിച്ചടി വളരെ ഭയാനകമാകും. അത് ഏത് തരത്തിലാകും എന്നുള്ളത് പാകിസ്ഥാൻ തന്നെ കണ്ട് മനസ്സിലാക്കി അറിയണം എന്നുള്ളതാണ്. അപ്പോ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഉണ്ട് പക്ഷെ വെടിവെക്കാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലാണ്. നമുക്കറിയാം, റഷ്യ ഉക്രൈൻ യുദ്ധമുണ്ടായ സമയത്ത് പല സാഹചര്യത്തിൽ റഷ്യക്ക് ആണവായുധമുള്ള രാജ്യമാണ്, ഉക്രൈൻ ആണവായുധമില്ല. പക്ഷെ റഷ്യക്ക് പല അവസരത്തിൽ വേണമെങ്കിൽ ആണവായുധം ഉപയോഗിക്കാം. പക്ഷേ റഷ്യ അത് ഉപയോഗിക്കാത്തത്, അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തെ മറ്റു രാജ്യങ്ങൾ ഒറ്റപ്പെടുത്തും. കാരണം ആണവായുധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഉപയോഗിക്കുന്ന രാജ്യത്തുണ്ടാവുന്ന കെടുതികൾ, ജനജീവിതങ്ങൾ, സമാധാനപരമായ ജനത്തിന്റെ ജീവിതത്തെ തന്നെ അത് ബാധിക്കും, ദുസ്സഹമായ അവസ്ഥയുണ്ടാകും. അപ്പോൾ ഇതൊക്കെ കാരണം ആണ് റഷ്യ അതിൽ നിന്ന് പിന്മാറിയത്. ലോക രാജ്യങ്ങളുടെ പിന്തുണ പോലും ഉണ്ടാകില്ല എന്ന് ഭയന്നുകൊണ്ടാണ്. ഇവിടെ ഭീകരവാദികളെ വളർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യക്ക് മേൽ വലിയ മിക്ക രാജ്യങ്ങളും, അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ, ചൈന പോലുള്ള രാജ്യങ്ങൾ, റഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെ പാകിസ്ഥാൻ ഇപ്പോഴേ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആണവായുധം കൂടെ പ്രയോഗിച്ചാൽ, ഈ പറച്ചിലിനപ്പുറം പ്രയോഗിക്കണമെന്ന് പാകിസ്ഥാൻ വിചാരിച്ചാൽ പാകിസ്ഥാനെ ലോക രാജ്യങ്ങളെല്ലാം ഒറ്റപ്പെടുത്തും. പാകിസ്ഥാൻ അതോടുകൂടി വലിയ ഇപ്പോൾ സാമ്പത്തികമായി തകർച്ചയിലാണ്. അതിലും അപ്പുറം തകർച്ചയിലേക്ക് പാകിസ്ഥാൻ പോകും. അതുകൊണ്ട് ഈ പറച്ചിലിനപ്പുറം ആണവായുധത്തിലൊന്ന് തൊടാൻ പോലും പാകിസ്ഥാന് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.